മുംബൈ തീരത്തിന് സമീപം ഇറാനുമായി ബന്ധമുള്ളതും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതുമായ 3 എണ്ണക്കപ്പലുകൾ ഇന്ത്യൻ അധികൃതർ പിടിച്ചെടുത്തു. അനധികൃതമായി വ്യാപാരങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സമുദ്രമേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയതിനെ തുടർന്നാണ് നടപടി. സ്റ്റെല്ല റൂബി, ആസ്ഫാൾട്ട് സ്റ്റാർ, അൽ ജഫ്സിയ എന്നീ കപ്പലുകളാണ് പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ കപ്പലുകൾ തങ്ങളുടെ ഐഡന്റിറ്റി ഇടയ്ക്കിടെ മാറ്റി സുരക്ഷാ ഏജൻസികളെ വെട്ടിക്കാൻ ശ്രമിച്ചതായിരുന്നു കണ്ടെത്തിയിട്ടുള്ളത്. എണ്ണയുടെ യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കുന്നതിനായി കടലിൽ വെച്ച് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ മാറുന്ന രീതി തടയാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഉപരോധങ്ങൾ മറികടക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം രീതികൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. മുംബൈയിൽ നിന്ന് ഏകദേശം 100 നോട്ടിക്കൽ മൈൽ അകലെ വച്ചാണ് ഈ കപ്പലുകൾ തടഞ്ഞത്. തുടർന്ന് ഇവയെ കൂടുതൽ അന്വേഷണത്തിനായി മുംബൈ തീരത്തേക്ക് എത്തിച്ചു. അതേസമയം പിടിച്ചെടുത്ത കപ്പലുകൾക്ക് തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കപ്പലുകളോ അതിലെ ചരക്കുകളോ തങ്ങളുടേതല്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ രേഖകൾ പ്രകാരം ഈ കപ്പലുകൾക്ക് ഇറാനുമായി വ്യക്തമായ ബന്ധമുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നു. കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ ഇന്ത്യൻ തീരസംരക്ഷണ സേന നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 55 കപ്പലുകളും 12 വിമാനങ്ങളും സമുദ്രമേഖലയിൽ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപാദനങ്ങളുടെ ഇറക്കുമതി തീരുവ 50% നിന്ന് 18% കുറയ്ക്കാമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ഉപരോധമുള്ള കപ്പലിനെതിരെ ഇന്ത്യ നടത്തുന്ന നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തും. ഉപരോധം ഏർപ്പെടുത്തിയ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് വിപണിയിൽ എത്തിക്കാൻ പല ഇടനിലക്കാരും ശ്രമിക്കാറുണ്ട്. വ്യാജരേഖകൾ ചമച്ചും ഉദ്യോഗസ്ഥ അവകാശത്തിൽ കൃത്രിമം കാണിച്ചുമാണ് ഇത്തരം കപ്പലുകൾ സർവീസ് നടത്തുന്നത്. ഇന്ത്യയുടെ സമുദ്രമേഖല ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അനുവദിക്കില്ല എന്ന കർശന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. പിടിയിലായ കപ്പലുകളെ, ജീവനക്കാരെയും ഉടമസ്ഥരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതേസമയം ഇന്ന് നടക്കാനിരിക്കുന്ന US ഇറാൻ കൂടിക്കാഴ്ചയിൽ പരോക്ഷമായി പങ്കുവെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുൻ ചർച്ചകളിൽ കടുത്ത നിലപാട് സ്വീകരിച്ച ഇറാൻ കഴിഞ്ഞ വേനൽക്കാലത്ത് ആണവ കേന്ദ്രങ്ങളിൽ US ബോംബാക്രമണം നടത്തിയതോടെ ഭവിഷ്യത്തുകളെപ്പറ്റി പഠിച്ചെന്നും ട്രംപ് പറഞ്ഞു. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനീവയിലാണ് ഇരു രാജ്യങ്ങളും കൂടിക്കാഴ്ച നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട് കരാറിലെത്താൻ ഇറാന് താൽപര്യമുണ്ടെന്ന് വിശ്വസിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ തീരത്തേക്ക് US രണ്ടാമതും യുദ്ധക്കപ്പലുകൾ അയച്ചതോടെ ചർച്ചകൾക്കിടയിലും പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത ഉടലെടുക്കുകയാണ്. ചർച്ച ഫലം കണ്ടില്ലെങ്കിലും ഇറാനിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് US ഉദ്യോഗസ്ഥൻ അറിയിച്ചു. കരാറിലെത്താതെ അനന്തരഫലങ്ങൾ അനുഭവിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് തോന്നുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ജൂണിൽ ഇസ്രായേലുമായി ചേർന്ന് ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ USഉം ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ വഷളായിരുന്നു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവുമായിരുന്നു പ്രധാന തർക്ക വിഷയം. ഇറാൻ സ്വന്തം മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണം ചെയ്യുന്നത് നിർത്തണമെന്നായിരുന്നു USന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.